ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോറ്റ സാങ്ക്ട എന്ന പേരിൽ ഒരു വിശുദ്ധ വാതിൽ ഉണ്ട്. 25 വർഷം കൂടുമ്പോഴാണ് ആ വാതിൽ തുറക്കുന്നത്. ആ വർഷത്തിന് ജൂബിലി വർഷം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ജൂബിലി വർഷത്തിൽ ആ വാതിൽ തുറക്കുമ്പോൾ അതിലൂടെ കടക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്നാണ് വിശ്വാസം. ഇപ്പോൾ ആ വാതിൽ കല്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. ജൂബിലി വർഷത്തിൽ ആ സമയത്തെ പോപ്പ് ഒരു ചുറ്റി കൊണ്ട് കല്ല് പിടിച്ച് വാതിൽ തുറക്കും. 2000-ലായിരുന്നു ആ വാതിൽ അവസാനമായി തുറന്നത്. ഇനി ഈ വർഷം 2025-ൽ ക്രിസ്മസിൻ്റെ തലേന്ന് ഈ വാതിൽ വീണ്ടും തുറക്കും. വീണ്ടും അടുത്ത 25 വർഷം വരെയും അത് അടച്ചിടും. പോർട്ട സാങ്ക്ട തുറക്കുവാൻ പുരോഹിതന്മാരും വിശ്വാസികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. സ്വർഗത്തിൻ്റെ വാതിൽ 25 വർഷം കൂടുമ്പോൾ മാത്രമേ തുറക്കുള്ളൂ എങ്കിൽ ആ ദിവസം മാത്രമേ നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ സാധിക്കുള്ളല്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ലേ? എന്നാൽ ദൈവം അങ്ങനെയല്ല. ഏതവസരത്തിലും നമുക്ക് അവൻ്റെ അടുക്കൽ കടന്നിയല്ല. ഏത് നേരത്തും നമ്മളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇബ്രായലേഖനം 4-16 വാക്യത്തിൽ പറയുന്നത്, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക എന്ന്. ഏത് സമയത്തും ഏത് നേരത്തും കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് കൃപാസനം? കൃപാസനത്തെക്കുറിച്ചുള്ള വിവരണം പുറപ്പാട് 25:8-22 വരെ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നു. ഒരു യഹൂദന് കൃപാസനം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാകുന്നു. കൃപാസനം സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ്. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്ത രക്തം തളിക്കുമായിരുന്നു. ലെവിയ പുസ്തകം 16:1-28 വരെയുള്ള വാക്യങ്ങളിൽ പ്രായശ്ചിത്ത രക്തം തളിക്കുന്നതിനെക്കുറിച്ച് വിശദമായി ചേർത്തിരിക്കുന്നു. എന്നാൽ ഇനി പ്രായശ്ചിത്തമായി യാഗം അർപ്പിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി അർപ്പിക്കപ്പെട്ടു. അവൻ ക്രൂശിൽ സ്വന്തം രക്തം ചിന്തി നമ്മെ എന്നേക്കുമായി വീണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് ഏതു സമയത്തും അവൻ്റെ അടുക്കൽ നമുക്ക് കടന്നു ചെല്ലാം. അവൻ്റെ സാന്നിധ്യത്തെ മറയ്ക്കുന്ന തിരശ്ശീല മേൽതൊട്ട് താഴത്തോളം ചീന്തപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 23:45. അതുകൊണ്ട് ഏതു സമയത്തും എല്ലാവർക്കും സമയഭേദമന്യേ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് കടന്നു ചെല്ലാം. അവിടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിപ്പാൻ കഴിയും. അതെ, നമുക്ക് കരുണ ലഭിപ്പാനായി കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. കൃപാസനത്തിൽ സഹായത്തിനുള്ള കൃപ ധാരാളമുണ്ട്. ദൈവപുത്രനായ യേശുവിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ധൈര്യത്തോടെ സമർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരും നമ്മെ തടയുകയില്ല. നമ്മുടെ കർത്താവ് ദൈവത്തിനും നമുക്കും മധ്യസ്ഥനായി അവിടെയുണ്ട്. 1 തിമോഥെയോസ് 2:5. ദൈവത്തിൽ നിന്നുമുള്ള മറുപടിക്ക് ഒന്നും തന്നെ തടസ്സമായിരിക്കില്ല. അവിടെ നിന്ന് നമ്മുടെ മുറിവുകളിലേക്ക്, വേദനകളിലേക്ക് സൗഖ്യം ഒഴുകിയെത്തും. നമ്മുടെ പരീക്ഷകളിലും പീഡനങ്ങളിലും അവൻ നമ്മെ സഹായിക്കും. സ്ഥലകാല ഭേദമന്യേ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. കൈകാലികൾ ആമത്തിലിട്ട് പൂട്ടി കാരാഗൃഹത്തിൻ്റെ അകത്തെ തടവിലിട്ടിരുന്ന പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോസ്തലപ്രവൃത്തി 16:25-27 വരെ. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേൽ സിംഹത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു. അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ട 3 യുവാക്കൾ
തീച്ചൂളയ്ക്കുള്ളിൽ നിന്നും പ്രാർത്ഥിച്ചു. അവരുടെ ഇടയിലേക്ക് നാലാമതൊരുവനായി കർത്താവ് ഇറങ്ങിച്ചെന്നു. അതേ, അതിധൈര്യത്തോട് ഏതു സമയത്തും പ്രാർത്ഥിപ്പാൻ സ്വർഗം തുറന്നു കിടക്കുകയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന നമ്മിൽ മറുപടി ലഭിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന കർത്താവ് പറഞ്ഞത് മത്തായി 21:22. വിശ്വാസത്തോട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിശ്ചയമായി നമുക്ക് ലഭിക്കും. എന്നാൽ നാം പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് നമ്മുടെ പിഴകളെ ക്ഷമിക്കണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് നാം ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും ലഭിക്കില്ല. കർത്താവെ, വിശ്വാസത്തോടെയും പരസ്പരം ക്ഷമിച്ചും കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനുള്ള ധൈര്യം എനിക്കും തരണമേ. ആമേൻ. നീയല്ലോ ഞങ്ങൾക്കായി മഞ്ഞിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ